നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മാസപ്പടി കേസിൽ ഹവാല ഇടപാടുമെന്ന സംശയം. വിദേശത്തേക്ക് വിളിക്കാൻ വീണ ടീം മറ്റൊരാളുടെ സിം ഉപയോഗിച്ചു. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. പിണറായി വിജയന്റെ അഴിമതി പണമാണ് മകളുടെ അക്കൗണ്ടിലെത്തിയതെന്ന് BJP. തന്റെ അക്കൗണ്ട് വഴി പണം കൈമാറിയെന്ന വാർത്ത തെറ്റെന്ന് PA മുഹമ്മദ് റിയാസ്. മുട്ടിൽ കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. വിചാരണ ഒഴിവാക്കണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ചോറ്റാനിക്കര കോടതിയിൽ നാടകീയ രംഗങ്ങൾ. മാധ്യമങ്ങളോട് തട്ടിക്കയറി റോജി അഗസ്റ്റിൻ. മറ്റു പ്രതികൾ ഹാജരാകാത്തതിൽ കോടതി വിമർശനം. തന്നെ കുടുക്കിയതെന്ന് വടകര MDMA കേസിലെ പ്രതി കാവ്യ. കീർത്തന പറയുന്നത് വിശ്വസിക്കരുതെന്ന് കാവ്യ ന്യൂസ് 18നോട്. കാവ്യയെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. കരുവാറ്റയിൽ കൊല ചെയ്യപ്പെട്ട ശിവൻകുട്ടിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. കൃത്യത്തിൽ പങ്കെടുത്തവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ശനിയാഴ്ച പരിഗണിക്കും. രാഷ്ട്രീയ വിവാദമാകുമോ ഖലീഫ? നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പ്രമേയമാക്കി പൃഥ്വിരാജിന്റെ പുതിയ ചിത്രം ഖലീഫ. നയതന്ത്ര ബാഗേജിൽ നിന്ന് സ്വർണം പിടിച്ചെടുക്കുന്ന രംഗം ചിത്രത്തിൽ. ആദ്യ ഷോയ്ക്ക് മികച്ച പ്രതികരണം. എയിംസ് കാസർകോട്ടേക്കോ? കാസർഗോഡ് എയിംസ് കൊണ്ടുവരാൻ നീക്കം ആരംഭിച്ച ജില്ലാ ഭരണകൂടം. പെരിയയിൽ 274 ഏക്കർ ഭൂമി കണ്ടെത്തി. ഭൂമി അനുയോജ്യമെന്ന് കാട്ടി സർക്കാരിന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. മുഖ്യമന്ത്രി കേരയിൽ സമരക്കാരെ മറന്നു. സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിച്ചില്ല. കോടതിയിൽ നിലപാട് പറയാതെ പ്രോസിക്യൂഷൻ. കോടതി കയറിയിറങ്ങി സമര നേതാക്കൾ. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിയെ കാണും. എഥനോൾ ഉണ്ടാക്കാൻ കരിമ്പ് കൊണ്ടുപോകുന്നു. പഞ്ചസാരയ്ക്ക് വൻ വിലക്കയറ്റം. 15 ദിവസത്തിനിടെ 6 രൂപ വില കൂടി. ഒരു വർഷത്തിനിടെ 13% വില വർധനവ്. പ്രതിസന്ധി രൂക്ഷമാക്കി കരിമ്പ് കൃഷിയും കുറയുന്നു. മലപ്പുറം തിരൂരിൽ യുവതിക്ക് സഹോദരി ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. മർദ്ദന ദൃശ്യങ്ങൾ പുറത്ത്. ഭാര്യയ്ക്കും മർദ്ദനമേറ്റു. കുടുംബ പ്രശ്നമാണ് മർദ്ദന കാരണമെന്ന് സൂചന. കണ്ണൂരിൽ പന്നിക്കെണിയിൽ പുലി കുടുങ്ങി. മയക്കുവെടിവെച്ച് പിടികൂടി വയനാട്ടിലേക്ക് കൊണ്ടുപോയി. കെണിവെച്ചവരെ തേടി വനം വകുപ്പ്. KPCC അധ്യക്ഷ നിയമനം നീളുന്നു. ഏത് സമയവും പ്രഖ്യാപനമുണ്ടാവാമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധ്യക്ഷ നിയമനം വൈകുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്ന് K മുരളീധരൻ. VK ശ്രീരാമന്റെ പുലികളി പോസ്റ്റിൽ പ്രതിഷേധം. പുലികളിക്കായി പുരുഷന്മാർ ശരീരത്തെ രൂപപ്പെടുത്തുന്നത് വൈകൃതമെന്ന് നടന്റെ പരാമർശം. പുലികളിയെ അധിക്ഷേപിച്ചെന്ന് പുലികളി സംഘം. പോസ്റ്റ് പിൻവലിച്ച കലാകാരന്മാരോട് മാപ്പ് പറയണം. ഇതിനൊരുങ്ങുകയാണ് ED. സിം കാർഡ് എടുത്തത് കോഴിക്കോട്ടെ DTPC ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദുലാലിന്റെ പേരിലാണ്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അതിൻ്റെ ഒരു അന്വേഷണം അതിൻ്റെ ഒരു പുതിയ ദിശയിലേക്കെല്ലാം തന്നെ നീങ്ങുകയാണ്. കാരണം ഇപ്പോൾ പുതുതായി വരുന്ന വിശകലനങ്ങൾ, അത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പുകൾ അത് വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഹവാല ഇടപാട് നടന്നതായിട്ടുള്ള ED കണ്ടെത്തൽ, ഒപ്പം തന്നെയാണ് വ്യാജ സിം ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് കോളുകൾ അടക്കം വിളിച്ചതായിട്ട് പറയുന്നത്. ഈ രണ്ട് വിഷയങ്ങളിലും കൂടുതൽ അന്വേഷണം വേണമെന്ന നിലപാടിലേക്ക് ED എത്തിയിരിക്കുന്നു എന്നതാണ്. 85 ലക്ഷം രൂപയാണ് ഈ ഹവാല ഇടപാട് എന്ന രീതിയിൽ തന്നെ വിദേശത്തേക്ക് ദുബായിലേക്ക് കടത്തിയിരിക്കുന്നത് എന്നതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അത്
അവിടെ സ്വീകരിച്ചവർ, ഇവിടെ നിന്ന് കൈമാറ്റം ചെയ്തവർ, ഇവരുടെ എല്ലാം തന്നെ വിശദാംശങ്ങൾ ED ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവർക്ക് എന്ത് ബന്ധമാണ് വീണയുമായി ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഒപ്പം തന്നെയാണ് വീണ മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ചു എന്നതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ കൂടി EDക്ക് ലഭിച്ചു. അത് നന്ദുലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം നേരത്തെ ഇടത് പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നു. ഒപ്പം തന്നെയും മുഹമ്മദ് റിയാസിൻ്റെതടക്കം അടുത്ത സുഹൃത്ത് ആയിരുന്നു. എന്നാൽ ഈ നന്ദലാൽ തന്നെ മൊഴി നൽകിയിരിക്കുന്നത് റിയാസും വീണയുമാണ് ഈ സിം കാർഡ് എടുത്തു നൽകാൻ ആവശ്യപ്പെട്ടത്. പിന്നീട് അതുകൊണ്ടുള്ള ഉപയോഗം എന്തായിരുന്നു എന്ന് തനിക്കറിയില്ല എന്നാണ് പറയുന്നത്. ED പറയുന്നത് ഇത് ഇൻ്റർനെറ്റ് കോളുകൾ ഉപയോഗിച്ചു, അത് സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്ന് സംശയിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇനിയിപ്പോൾ വീണയുടെ കമ്പനിയെ തന്നെ മറയാക്കിക്കൊണ്ട് മറ്റാരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും ദുരൂഹമാകുന്നത് വീണയുടെ ഡയറി കുറിപ്പിൽ നിന്ന് കണ്ടെത്തിയ 20.5 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇതെല്ലാം നടന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ഇടത് സർക്കാരുകളുടെ കാലത്താണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു സമയത്താണ് വലിയ രീതിയിലുള്ള ഇടപാടുകളടക്കം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വീണയ്ക്ക് എന്തിന് പണം നൽകുന്നു, അത് ഒരു ആരോപണമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് BJPയും കോൺഗ്രസും എല്ലാം. കാരണം ഇത് പണം നൽകിയിരിക്കുന്നത് ഇത് തീർച്ചയായും തന്നെ വീണയുടെ പിതാവ് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ പണം നൽകിയിരിക്കുന്നത് എന്നതാണ് ഇന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് അടക്കമുള്ളവർ ആരോപണമായി ഉന്നയിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യവും വ്യക്തവുമായ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ED വൈകാതെ തന്നെ നോട്ടീസ് നൽകി വീണയെ വിളിപ്പിക്കാനുള്ളൊരു സജീവമായ സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഭർത്താവ് മുഹമ്മദ് റിയാസിലേക്കും നേരത്തെ പരിശോധനകൾ നടന്ന റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്കുമെല്ലാം തന്നെ അന്വേഷണം നീളുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. CMRൽ നിന്ന് വീണയ്ക്ക് സേവനത്തിന് ലഭിച്ച പണം എന്റെ അക്കൗണ്ട് വഴി പലരുടെയും അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തുവെന്ന വാർത്ത തെറ്റെന്ന് PA മുഹമ്മദ് റിയാസ് MLA. വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. അടിസ്ഥാനരഹിതമായ വാർത്തകൾക്ക് മറുപടി നൽകുന്നില്ല. രാഷ്ട്രീയ വശങ്ങൾ പാർട്ടിയും ഞാനും നേരത്തെ സൂചിപ്പിച്ചതാണെന്നും റിയാസ്. ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. പിണറായി വിജയന്റെ അഴിമതി പണമാണ് വീണ വിജയന്റെ അക്കൗണ്ടിലെത്തിയതെന്ന് ഷോൺ ആരോപിച്ചു. പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. കഴിഞ്ഞ 30 വർഷമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 1996 പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയ കാലം മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള അഴിമതികൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണയുടെ എല്ലാ കമ്പനിയും, ഏറ്റവും അവസാനത്തെ ലേക്കറിൻ്റെ, ഇന്ന് ഏതോ ചാനൽ അതിനെ സംബന്ധിച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റമുറി കെട്ടിടത്തിലാണ് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. വീണ ഇന്ന് വരെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കൊടപിടിക്കുവാനും അവരുടെ ട്രാൻസാക്ഷനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. മാസപ്പടി കേസ് തങ്ങളുടെ കാര്യമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇതിലൊന്നും CPI കക്ഷിയല്ല. ഇത്തരമൊരു കൊടുക്കൽ വാങ്ങലിന് CPIക്ക് യാതൊരുവിധ പങ്കുമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. ഇക്കാര്യങ്ങളിൽ CPIക്ക് താല്പര്യമില്ലെന്നും ബിനോയ് വിശ്വം. ഇത്തരം ഒരു കൊടുക്കലിലും വാങ്ങലിലും ഒരു പങ്കും CPIക്ക് ഇല്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് അതേപ്പറ്റി CPIക്ക് ഒന്നും പറയാനില്ല. ഇല്ല, അത് വേറെ ഇത് വേറെ. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. CPIക്ക് താല്പര്യമില്ലല്ലോ. വീണ വിജയനെതിരായ ED അന്വേഷണത്തിൽ സർക്കാർ ഒരു അഭിപ്രായവും പറയുന്നില്ലെന്ന് മന്ത്രി K മുരളീധരൻ. കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടും ED നീക്കങ്ങൾ നടത്തുന്നുണ്ട്. EDയുടെ അന്വേഷണം തുടരട്ടെ. വേട്ടയാടലാണോ എന്ന ചോദ്യത്തിന് ഒരു അഭിപ്രായം പറയാനില്ലെന്നും മുരളീധരൻ. ഇല്ല, സംസ്ഥാന സർക്കാർ ഒരിക്കലും ED ആയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. കാരണം ED കോൺഗ്രസിൻ്റെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ ED എടുത്ത് എങ്ങനെയാണ് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ പോകുന്നത്? ഞാൻ പറയാം, നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ. ഞങ്ങൾ ഈ കേസിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. EDയുടെ അന്വേഷണത്തിൽ ഒരു രാഷ്ട്രീയ അത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഏർപ്പാടാണ്. ഞങ്ങൾക്ക് അവരുമായിട്ട് ഏർപ്പാടൊന്നുമില്ല.
അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾ വിചാരണ നേരിടണം. വിചാരണ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ഇതിനിടെ ചോറ്റാനിക്കര കോടതിയിൽ ഹാജരായ റോജി അഗസ്റ്റിൻ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി. ചില മാധ്യമങ്ങൾ അജണ്ടയോടെ പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു പ്രതികരണം. എന്നാൽ മറ്റു രണ്ടുപേരും എത്താത്തതിനെ കോടതി വിമർശിച്ചു. ഇവർ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാൻ അനുമതി തേടി. ഈ ആവശ്യത്തിൽ നാളെ വിധി പറയും. കരിമുകളിലുള്ള മരമുറി കമ്പനിക്ക് ഈ അഗസ്റ്റിൻ സഹോദരങ്ങൾ മുട്ടിൽ നിന്നും മുറിച്ച മരം കൈമാറുകയും പക്ഷേ ഇത് വനം വകുപ്പിന്റെ കേസിൽപ്പെട്ടിരിക്കുന്നതാണെന്ന വിവരം മറച്ചുവെക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് അലിയാർ ഇത് വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. അതിന്റെ വിചാരണ നടപടികൾ ചോറ്റാനിക്കര കോടതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ വിചാരണ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഗസ്റ്റിൻ സഹോദരങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹൈക്കോടതിയാണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കുകയും ഇവരുടെ ആവശ്യം തള്ളുകയും ചെയ്തിരിക്കുന്നത്. കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം ഇത് വിചാരണ കോടതിയാണ് അറിയിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വിചാരണയ്ക്ക് തടസ്സമുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടത് കീഴ്ക്കോടതിയാണ്, അല്ലാതെ ഹൈക്കോടതിയിലേക്കല്ല വരേണ്ടത് എന്നുകൂടിയാണ് ഹൈക്കോടതി എന്ന് നിരീക്ഷിച്ചത്. മറ്റൊരു കാര്യം ഇവർ അഗസ്റ്റിൻ ബ്രദേഴ്സ് പറയുന്നത് സുൽത്താൻ ബത്തേരിയിലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വിചാരണ കോടതിക്ക് ഇത് പരിഗണിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇതിന്റെ വിചാരണ നടത്താൻ കഴിയുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഉണ്ടെങ്കിലും ഹൈക്കോടതിയിലേക്കല്ല വരേണ്ടത്, അത് വിചാരണ കോടതിയിൽ തന്നെയാണ് ഇതെല്ലാം പറയേണ്ടത് എന്നുകൂടിയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുമ്പോൾ പ്രതികൾ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. പക്ഷേ ഈ പ്രതികൾ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഓഗസ്റ്റ് 15-ന് പോലീസ് കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കുകയും പിന്നീട് ഈ പ്രതികൾ കോടതിയിൽ ഹാജരായി മാപ്പപേക്ഷ നൽകുകയും ചെയ്തു. അന്ന് തന്നെ ഇനി കുറ്റപത്രം വായിപ്പിച്ച് കേൾപ്പിക്കുമ്പോൾ പ്രതികൾ കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നും ചോറ്റാനിക്കര കോടതിയിൽ റോജി അഗസ്റ്റിൻ മാത്രമാണ് ഹാജരായത്. മറ്റ് രണ്ട് പ്രതികളും ഹാജരായിരുന്നില്ല. അതിനെയും കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് മറ്റൊരു ഹർജി കൂടി കൊടുത്തിരിക്കുകയാണ് പ്രതികൾ. അതായത് അതിൽ പ്രധാനമായും പറയുന്നത് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് വഞ്ചന കേസ് പരിഗണിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഹർജി കൂടി നൽകിയിരിക്കുകയാണ്. എന്നാൽ അധികാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹർജി ഫയൽ സ്വീകരിച്ച കോടതി നാളെ അത് ഉത്തരവ് പറയുന്നതിനായി മാറ്റുകയും ചെയ്തു. ഒപ്പം പ്രതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കുവാൻ അനുമതി നൽകണം എന്നുകൂടി ഒരു അപേക്ഷ കോടതിയെ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ നാളെ ആയിരിക്കും വിധി പറയുക. അതോടൊപ്പം തന്നെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന തീയതിയും നാളെ ആയിരിക്കും തീരുമാനിക്കുക. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നടക്കം കനത്ത തിരിച്ചടിയാണ് അഗസ്റ്റിൻ ബ്രദേഴ്സിന് ലഭിച്ചിരിക്കുന്നത്. ADGP S. ശ്രീജിത്തിനെതിരായ വിദേശയാത്രാ വിവാദത്തിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് ഹൈക്കോടതിയുടെ ശകാരം. നേരിട്ട് ഹാജരാകണമെന്ന ഉത്തരവ് പാലിക്കാതെ കീഴുദ്യോഗസ്ഥനെ അയച്ചതിലാണ് വിമർശനം. ആഭ്യന്തര സെക്രട്ടറി മിൽഹാജ് ആലം നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കരുവാറ്റയിലെ കൌമാരക്കാർ പ്രതികളായ കൊലക്കേസിൽ തുടർ നടപടികൾ ശക്തമാക്കിയ അന്വേഷണ സംഘം. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ആൺകുട്ടികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെയാണ് അപേക്ഷ നൽകിയത്. ഇത് ശനിയാഴ്ച പരിഗണിക്കും. 13-കാരിയെ വൈദ്യപരിശോധനയ്ക്കും കൌൺസിലിംഗിന് വിധേയമാക്കാനും കോടതിയുടെ അനുമതി തേടും. ലഹരി ഉപയോഗം ഉൾപ്പെടെ കുട്ടികൾക്കുള്ളതിനാൽ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ആവശ്യമാണ്. അതേസമയം കുട്ടിയുടെ അച്ഛനാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും പ്രതികളിൽ നിന്നുണ്ടായതായി അന്വേഷണ സംഘം പറയുന്നു. കരുവാറ്റയിലെ കൌമാര കൊലപാതകത്തിൽ തുടർ നടപടികളാണ് അന്വേഷണ സംഘം ശക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള നീക്കം നടന്നിട്ടുണ്ട്. ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കേസിനകത്ത് വളരെ നിർണായകമായ പല വിവരങ്ങളും ഇനിയും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അത് എവിടെ നിന്ന് കുട്ടികൾക്ക് ലഭിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ ഇനിയും തേടേണ്ടതായുണ്ട്. മാത്രമല്ല ഈ 13-കാരിക്ക് കൌൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അത്തരം നടപടിക്രമങ്ങളിലേക്ക് ഒക്കെ പോകേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് നൽകിയ റിപ്പോർട്ടാണ്. അതായത് ഈ കൃത്യം നിർവഹിച്ച 16ഉം 17ഉം വയസ്സുള്ള 3 കൗമാരക്കാരായ കുട്ടികൾ അവരുടെ കേസിൽ അത് പരിഗണിക്കുമ്പോൾ അതിന്റെ വിചാരണ ഘട്ടത്തിൽ അതിനെ അഡൽട്ടായി തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള വിചാരണ നടപടികളിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ കേസ് ഇപ്പോഴും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളത് ഇതിനു മുൻപും ഈ കുട്ടി ഈ മുത്തച്ഛനെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനിങ്ങിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്.
മൂന്ന് കുട്ടികളെയും അതായത് ഈ കൃത്യം നിർവഹിച്ച 3 കൗമാരക്കാരെയും വിവിധ ഇടങ്ങളിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ആ പിടികൂടിയ ഘട്ടത്തിൽ പോലും ഇവരെ വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്തമായി ചോദ്യം ചെയ്തപ്പോഴും ഒരേ മൊഴികൾ തന്നെയാണ് നൽകിയതെന്നുള്ളതാണ്. അതായത് ഇതിനു മുൻപ് തന്നെ കൃത്യമായ ഒരു ആസൂത്രണവും പരിശീലനവും ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടി ഇവർക്ക് അയച്ചു കൊടുത്ത ലൊക്കേഷനാണ്, വീടിന്റെ ലൊക്കേഷനാണ്. അത് പെൺകുട്ടിക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട്, വയറ്റിൽ മുഴയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ടെന്നും അതിന് വേണ്ടിയുള്ള പണം നൽകുന്നതിന് വേണ്ടിയാണ് ഇവർ കരുവാറ്റയിലേക്ക് എത്തിയെന്നുമുള്ള മൊഴികളിലായിരുന്നു ഈ കൗമാരക്കാർ ഉറച്ചു നിന്നിരുന്നത്. മാത്രമല്ല ആ ഒരു മൊഴി പിന്നീട് 3 പേരും ഒരുമിച്ച് ഒരേപോലെ തന്നെ പോലീസ് നൽകി. ഇതേ മൊഴിയിൽ തന്നെ പെൺകുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പിടിക്കപ്പെട്ടാൽ എങ്ങനെ പറയണം അല്ലെങ്കിൽ എന്ത് സംസാരിക്കണം എന്നടക്കമുള്ള തീരുമാനങ്ങൾ അവർ നേരത്തെ തന്നെ എടുത്തിരുന്നു എന്നുള്ളതാണ്. ഈ കൊല്ലപ്പെട്ട ശിവൻകുട്ടി ഇതിനു മുമ്പ്, അതായത് ഈ പെൺകുട്ടിയുമായി ആഴ്ചകൾക്ക് മുമ്പ് തർക്കങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ആ കാര്യങ്ങളിലടക്കം ഇതിന് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഇതിനു മുമ്പും വീട്ടിൽ മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി, അതായത് ഈ അഥവാ പിടിക്കപ്പെട്ടാൽ തന്നെ പെൺകുട്ടി ആദ്യം നൽകിയ മൊഴി എന്ന് പറയുന്നത് ശിവൻകുട്ടിയുടെ മകളുടെ ആദ്യ ഭർത്താവ്, അതായത് പെൺകുട്ടിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടിയോട് അദ്ദേഹത്തിന് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും അദ്ദേഹമാണ് ഇത് ചെയ്യാനുള്ള സാധ്യത എന്നുള്ള രീതിയിലും ഒക്കെ പെൺകുട്ടി ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നു. ആ രീതിയിൽ പല തവണകളിലായി ഇത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതിന് വേണ്ടിയുള്ള മൊഴിമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യാതൊരുവിധ കുറ്റബോധവും ഈ കുട്ടികൾക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്ത കൃത്യത്തെ കുട്ടികൾ എന്നുള്ള രീതിയിൽ കുറച്ച് കാണാതെ അതിനപ്പുറത്തേക്ക് വിചാരണ ഘട്ടത്തിൽ അതിനെ ഗൗരവത്തോടുകൂടി കാണുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ വേണമെന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇന്നിപ്പോൾ കരുവാറ്റയിലെ അവർ വാങ്ങിയ സ്ഥലത്ത്, അതായത് വീട് നിർമ്മാണം നടത്തുന്ന സ്ഥലത്ത് ശിവൻകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. ശനിയാഴ്ചയോടുകൂടി ഇവരുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. ജുവനൈൽ ബോർഡിന്റെ മുന്നിലേക്ക് അപേക്ഷ അന്വേഷണ സംഘം വെച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പത്തനംതിട്ട കടമ്പനിട്ട അന്ത്യാളൻകാവിൽ സ്കൂട്ടർ യാത്രികനെ വടിവാൾ കൊണ്ട് വെട്ടി താഴെയിട്ടു. പരിക്കേറ്റ 48-കാരൻ ജിനു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രിയാണ് സംഭവം. കാറിലെത്തിയ 5-അംഗ സംഘമാണ് പിന്തുടർന്ന് വെട്ടിയത്. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, എന്തായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലെ കാരണം? ഈ 5-അംഗ സംഘത്തെ പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? മനുഷ്യ ഇന്നലെ രാത്രിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഏതായാലും പത്തനംതിട്ട കടമനിട്ട അന്ത്യാളൻകാവ് സ്വദേശിയായ 48-കാരൻ ജിനുവിനെയാണ് കാറിലെത്തിയ 5-അംഗ സംഘം വെട്ടി പരിക്കേൽപ്പിച്ചത്. കാലിലും അതുപോലെ തന്നെ കയ്യിലും ആണ് വലിയ ഗുരുതരമായ പരിക്കുണ്ടായിട്ട്. ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ജിനുവിനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ആക്രമണം നടന്ന കാര്യത്തിൽ ഇതിന് വ്യക്തമല്ല. ഇനിയും ജിനുവിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. നിലവിൽ 5-അംഗ സംഘം ഈ ജിനു പോയ സ്കൂട്ടറിനെ പിന്തുടർന്നെത്തിയാണ് രാത്രിയിൽ ആദ്യം കാലിന് വെട്ടി സ്കൂട്ടറിനെ താഴെ ഇട്ടതിനു ശേഷമാണ് കൈയും കാലിലും വീണ്ടും വെട്ടി മാരകമായ മുറിവേൽപ്പിച്ചത്. അതിനുശേഷമാണ് പിന്നീട് സംഘം മടങ്ങിയത്. അത് ഒരു കൊട്ടേഷൻ സംഘമാണോ എന്നൊരു കാര്യം കൂടി ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. നിലവിൽ ഈ പ്രദേശത്തും ഇത്തരം സമാനമായ ചില സംഭവങ്ങളുണ്ട്. ജിനുവിനെ ഈ കൊട്ടേഷൻ സംഘക്കാർ നോട്ടമിട്ട് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമാണ്, അത്തരമുള്ള കാര്യങ്ങളിലേക്കാണോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇനി മൊഴി രേഖപ്പെടുത്തിയ ശേഷമേ അറിയാൻ കഴിയുള്ളൂ. നിലവിൽ കോൺട്രാക്ട് ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ് ജിനു. ആ ജോലി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് പിന്തുടർന്ന് ഈ 5-അംഗ സംഘം കാറിലെത്തി വെട്ടി പരിക്കേൽപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജിനുവിന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഈ കൊട്ടേഷൻ സംഘം ആരാണ്, എന്തിനാണ് ഒരു ആക്രമണം നടത്തിയത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമാകുകയുള്ളൂ. അനുശ്രീ, ശരി, പത്തനംതിട്ട കടമ്പനിട്ടയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. സ്കൂട്ടർ യാത്രികനെ വടിവാൾ കൊണ്ട് വെട്ടി താഴെയിടുകയായിരുന്നു. ഇയാളിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റ് അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. ശശിനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് MDMA കേസിൽ പോലീസിനെതിരെ പ്രതികൾ. കേസിൽ പോലീസ് തങ്ങളെ പെടുത്തിയതാണെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രതികൾ ആരോപിക്കുന്നത്. കേസുമായി ബന്ധമില്ലെന്നും പ്രതി അബ്ദുൾ സലാം. കേസിൽ ദുരൂഹതയുണ്ടെന്നും പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും പ്രതികൾ. കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇപ്പോൾ പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതികൾ. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയ വിവാദമുണ്ടായ കേസാണ് കാസർഗോഡ് MDMA കേസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായ കേസ്. ഈ കേസിലാണിപ്പോൾ കോടതിയിൽ, അതായത് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ സമയത്താണ് ഇപ്പോൾ
പ്രതികൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വന്നത്. ഇവർ പറയുന്നത് പയ്യന്നൂരിലെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി തങ്ങളെ പെടുത്തുകയാണെന്നായിരുന്നു ഈ അബ്ദുൾ സലാം എന്ന് പറയുന്ന പ്രതി ഇപ്പോൾ ആരോപിച്ചത്. കേസുമായി ഒരു ബന്ധമില്ല എന്നും ഇദ്ദേഹം പറയുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പുറത്തിറങ്ങിയ ശേഷം വിശദമായി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ പറയുമെന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇതിലെ ഒരു പ്രതിയായ മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു. ഏതായാലും ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഈ പ്രതികളൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും കൂടുതൽ അന്വേഷണത്തിനും ഇവരെ ചോദ്യം ചെയ്യുന്നതിനുമായാണ് ഇപ്പോൾ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതായത് പെരുമ്പാവൂർ സ്വദേശികളായ കെ.എച്ച്. മുഹമ്മദ് ഹുസൈൻ, പി.എ. അബ്ദുൽ സലാം, പി.എ. അബ്ബാസ് എന്നിവരെയാണ് ഇപ്പോൾ ചന്ദേര പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്ന് കോടതിയിൽ കണ്ടത്, ഈ പ്രതികൾക്ക് വേണ്ടി വക്കാലത്തെടുത്ത അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരായില്ല എന്നതാണ്. ഇതിന് പകരം കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഷാജിദ് കമ്മാടമാണ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരിക്കുന്നത്. ഇതിൽ അഡ്വക്കേറ്റ് സാജനായിരുന്നു കേസിന്റെ വക്കാലത്തെങ്കിൽ ഇപ്പോൾ കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഷാജിദ് കമ്മാടമാണ് ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായതെന്നതും ഇപ്പോൾ ശ്രദ്ധേയമാണ്. എന്തായാലും പുറത്തിറങ്ങിയതിനു ശേഷം, അതായത് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം ഈ കാര്യത്തിൽ വിശദമായ മാധ്യമങ്ങളെ കാണുമെന്നാണ് ഈ പ്രതികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ദുരൂഹതയുണ്ടെന്നും തങ്ങളെ പെടുത്തിയതാണെന്നും ഇവർ പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ചന്ദേര പോലീസിന്റെ 3 ദിവസത്തേക്ക് പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അനുസരി ശരി, കാസർഗോഡ് MDMA കേസിലാണ് പോലീസിനെതിരെ പ്രതികൾ രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങളെ പെടുത്തിയതാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പ്രതികൾ ആരോപിക്കുന്നത്. ഇതിൽ മാധ്യമങ്ങളെ കാണുമെന്നും പ്രതികൾ പറയുന്നു. KV ബൈജു ആണ് വിശദാംശങ്ങൾ. വടകര MDMA കേസിൽ താൻ നിരപരാധി എന്ന പ്രതി കാവ്യ ന്യൂസ് 18നോട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പെട്ടുപോയതാണ്. കീർത്തന പറയുന്നതൊന്നും വിശ്വസിക്കരുത്, കീർത്തന നുണ പറയുകയാണെന്നും കാവ്യ പറഞ്ഞു. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇതിന് പ്രകാരം 2 ദിവസത്തേക്ക് കസ്റ്റഡി അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രൊട്ടക്ഷൻ വാറണ്ട് അനുസരിച്ചാണ് ഇന്ന് 2 പ്രതികളെയും പോലീസ് എത്തിച്ചത്. നാളെ വൈകുന്നേരം 4 മണി വരെ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ല, താൻ പെട്ടുപോയതാണ് എന്നാണ് കോടതിയിൽ നിന്നും പുറത്തേക്ക് എത്തിക്കും വഴി പ്രധാന പ്രതിയായ കാവ്യ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പെട്ടുപോയതാണ്. കീർത്തന പറയുന്നത് നിങ്ങൾ പറഞ്ഞ ആൾക്കാർ അല്ലല്ല, അവള് പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട, അതൊന്നും നല്ല റിയാലിറ്റി ഞാൻ പറയാം. കേസിലെ മറ്റൊരു പ്രതിയായ കീർത്തനയെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മയക്കുമരുന്ന് കണ്ണികളുമായി വലിയ ബന്ധം 3 പേർക്കുമുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റ് 2 പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ഇവരോടും വിശദമായി വിവരങ്ങൾ ആരായും. കീർത്തന നേരത്തെ നൽകിയ മൊഴിയുമായി ഇരുവരുടെയും മൊഴികൾ ഒത്തുപോകുന്നുണ്ടോ എന്ന പരിശോധന നടത്തും. ഇതിനുശേഷം 3 പേരെയും ഈ കസ്റ്റഡിയിലെടുത്ത് ഒരേ സമയം ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോലും ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന വയനാട് സ്വദേശിയെ ഇനിയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം കേസ് അന്വേഷണം നടത്തി വന്നിരുന്ന ഇൻസ്പെക്ടറെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. പുതിയ ഇൻസ്പെക്ടർ ഇപ്പോൾ വടകരയിൽ ജോയിൻ ചെയ്തിട്ടുമില്ല. ഇടമലയാർ ആനവേട്ട കസ്റ്റഡി മർദ്ദന കേസിൽ IFS ദമ്പതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. IFS ഉദ്യോഗസ്ഥരായ ടി ഉമ, ഭർത്താവ് ആർ കമലഹാർ, വിജയാനന്ദ് ഉൾപ്പെടെ 8 പേരെയാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതിയുള്ളത്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അനുമതി നൽകിയത്. മർദ്ദനത്തിനിരയായ അജി ബ്രൈറ്റിന്റെ പരാതിയിലാണ് നടപടി. ഇടമലയാർ ആനവേട്ട കസ്റ്റഡി മർദ്ദന കേസിലാണ് തിരുവനന്തപുരം CJM കോടതിയുടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച കേസിലാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് CJM കോടതിയുടെ ഭാഗത്തുനിന്ന് നേരിട്ടൊരു ഇടപെടൽ. IFS ദമ്പതികളായ ടി ഉമയെയും അതോടൊപ്പം അവരുടെ ഭർത്താവ് ആർ കമലഹാറിനെയും വിജയാനന്ദും ഉൾപ്പെടെ 8 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് IFS ദമ്പതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ഹർജി തള്ളിയിരുന്നു. അതിനുശേഷമാണ് അജി ബ്രൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മർദ്ദനത്തിന് ഇരയായ അജി ബ്രൈറ്റ് കോടതിയെ സമീപിക്കുന്നത്. ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് CJM കോടതിയുടെ ഭാഗത്തുനിന്ന് നിർണായകമായ ഒരു ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. 2015 ഈ കേസിന് ആസ്പദമായ സംഭവം. ഇടമലയാർ ആനക്കൊമ്പ് കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്ത അജീബ് റൈറ്റിനെ അതിക്രൂരമായി IFS ദമ്പതികൾ ഉൾപ്പെടെയുള്ള വനം വകുപ്പിലെ 8 ജീവനക്കാർ ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് കേസ്. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളൊക്കെ ക്രൈംബ്രാഞ്ച് സംഘം, നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചിരുന്നു. അതിനിടെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ IFS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള 8 പേരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൂടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കേരളയിൽ സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പായില്ല. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇവർക്കെതിരെ നിരവധി കേസുകളാണുള്ളത്. കേസുകൾ പിൻവലിക്കുകയാണെന്ന കാര്യം ഇതുവരെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടില്ല. കേരളയിൽ വിരുദ്ധ ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾക്കെതിരെയും സമരസമിതി നേതാക്കൾക്കെതിരെയും ഈ സമരത്തിൻ്റെ പങ്കാളികളായ പ്രായമായവർ മുതൽ ഇളം തലമുറക്കാർ വരെയുള്ളവർക്കെതിരെ സംസ്ഥാനത്തെ 14 ജില്ലകളിലായി നിരവധി കേസുകളാണ് അന്ന് രജിസ്റ്റർ ചെയ്തത്. കടുത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഈ കേസുകളിൽ അധികവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PDPP ആക്ട് അഥവാ പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമം ചുമത്തിക്കൊണ്ടാണ്, കർശനമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു കേസെടുത്തത്. അതോടൊപ്പം DGPS, അതായത് സർവേ നടത്തുന്നതിന് വേണ്ടിയുള്ള ആധുനിക സാങ്കേതിക ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങൾ നശിപ്പിക്കപ്പെടുകയും അത് പൊതുമുതൽ നശിപ്പിക്കുന്ന പരിധിയിൽ കണക്കാക്കുകയും അങ്ങനെ പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി BNSലെ സെക്ഷൻ 353 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇതിൻ്റെ സമരസമിതി നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം റെയിൽവേ പോലീസും സമാനമായ തരത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ മഞ്ഞക്കുറ്റികൾ പിഴുതുമാറ്റുകയും അതിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തവർ ഉൾപ്പെടെ ഈ കേസുകളിലെല്ലാം പ്രതികളാണ്. പക്ഷേ UDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആദ്യം കൈക്കൊണ്ട തീരുമാനങ്ങളുണ്ടായിരുന്നു ഈ കേസുകൾ റദ്ദ് ചെയ്യും എന്നുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിശദീകരണം അതത് ജില്ലകളിലെ കോടതികളുടെ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ നിയമപരമായ നടപടികൾ അവസാനിപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. തുടർന്നായിരിക്കും ഈ കേസുകൾ റദ്ദ് ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതിയെ അറിയിക്കുക എന്നതാണ് വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിശദീകരണം മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ സമരസമിതിയുടെ നേതാക്കൾ അടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത് പ്രായമായവർ വരെ ഇപ്പോഴും കോടതി വരാന്തയിൽ കയറിയിറങ്ങേണ്ട സ്ഥിതിയാണ്. കേസുകൾ പിൻവലിക്കുമെന്ന് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട വാക്കുകൾക്കപ്പുറത്തേക്ക് തുടർ നടപടികളൊന്നും തങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന തരത്തിൽ അത്തരത്തിൽ ഒരു നടപടികളും കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും കോടതിയിൽ എത്തേണ്ടതെന്ന ഗതിയാണ് അവർ പങ്കുവെക്കുന്നത്. മെസ്സിയെ കൊണ്ടുവരാൻ എന്ന പേരിൽ GST വെട്ടിപ്പ് നടന്നുവെന്ന് മന്ത്രി K മുരളീധരൻ. മെസ്സിയുടെ പേരിൽ പുട്ടടിച്ച കാര്യം പുറത്തുവരും. നിയമം ലംഘിച്ചവർക്കെതിരെ കർശന നടപടി ഉറപ്പെന്നും മന്ത്രി. നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുകയും ചെയ്യും. അത് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു പോലീസ് അന്വേഷണം ഉണ്ടാവും, എല്ലാ അന്വേഷണവും ഉണ്ടാവും. അത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, വരാത്ത മെസ്സി വരുമെന്ന് പറഞ്ഞിട്ട് പുട്ടടിച്ചവരൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയവും കാര്യത്തിൽ വേണ്ട. KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ എന്ന് മന്ത്രി K മുരളീധരൻ. തൽക്കാലം ഇങ്ങനെ തുടരട്ടെ, മറ്റു ചർച്ചകൾ നടക്കട്ടെ എന്നും K മുരളീധരൻ. കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. ഡൽഹിയിലെ ചർച്ചകളൊക്കെ ഒരുപാട് നാളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇവിടെ ഇല്ലല്ലോ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നില്ലേ, പിന്നെന്താ കുഴപ്പം? എന്താ? ശരി, ഓക്കെ. ആരോഗ്യമേഖലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയായ കാസർഗോഡ് എയിംസ് കൊണ്ടുവരാനുള്ള നീക്കം ആരംഭിച്ച് ജില്ലാ ഭരണകൂടം. പെരിയയിൽ 274 ഏക്കർ ഭൂമി അനുയോജ്യമാണെന്ന് വ്യക്തമാക്കി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. നിർദ്ദിഷ്ട ഭൂമിയുടെ റീസർവേ, ഡിജിറ്റൽ സ്കെച്ച്, ഡ്രോൺ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ എന്നിവ പ്രപ്പോസലിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കാസർഗോഡ് ജില്ലക്കാരുടെ നീണ്ട നാളത്തെ ആവശ്യമാണ് ആരോഗ്യ മേഖലയിൽ മെച്ചപ്പെട്ട സംവിധാനം ഒരുക്കണമെന്നത്. ഏതായാലും ഇതിന് മുന്നോടിയായാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പെരിയയിലാണ്, കേന്ദ്ര സർവകലാശാലയോട് ചേർന്ന് നിൽക്കുന്ന പെരിയയിൽ 274 ഏക്കർ ഭൂമിയാണ് ഇതിനായി കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായും കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച്, അതായത് എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് റോഡ്, റെയിൽ, വ്യോമയാന കണക്ടിവിറ്റി, അതോടൊപ്പം ജല ലഭ്യത തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള
പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ ഭൂമിയാണ് ഇത്തരത്തിൽ എയിംസിനായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ സമഗ്രമായ റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ജില്ലാ ഭരണകൂടം അയച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഈ പ്രദേശത്തെത്തി വിദഗ്ധമായ സംഘം ഈ സർവേ നടത്തിയത്. ഏതായാലും എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള അനുയോജ്യമായ ഭൂമിയാണ് കാസർഗോഡ് പെരിയയിലെന്നാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വ്യക്തമാക്കുന്നത്. ഗവൺമെൻറ് ജില്ലാ ഭരണകൂടത്തോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലാൻഡിൻ്റെ അവൈലബിലിറ്റിയും അതിൻ്റെ ഫീസിബിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജില്ലാ ഭരണകൂടം നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ ടീം തന്നെ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പെരിയയിലുള്ള സ്ഥലം എയിംസിനായിട്ട് ഏറ്റവും അനുയോജ്യമാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അവിടെ നമുക്ക് 274 ഏക്കർ അവൈലബിൾ ആണ്. അപ്പം അടുത്തടുത്തായിട്ട് ഒരു 4 ബ്ലോക്കിലായിട്ടാണ് ഈ ഒരു 274 ഏക്കർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് ഈ നടപടി. അതോടൊപ്പം കാസർഗോഡ് ജില്ലയെ നമുക്കറിയാം, കോവിഡ് കാലത്ത് കർണാടക അതിർത്തി അടച്ചപ്പോൾ 13ഓളം ജീവനുകളാണ് പൊലിഞ്ഞത്. മാത്രമല്ല ഇപ്പോഴും വിദഗ്ധ ചികിത്സക്കായി മംഗളൂരുവിനെയും അതുപോലെ തന്നെ കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജിനെയും ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് കാസർഗോഡ് ജില്ലയ്ക്കുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉക്കിനടുക്കിലുള്ള മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ പോലും ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ആരോഗ്യ മേഖലയിൽ വലിയ അപകടം നേരിടുന്ന ഒരു ജില്ലയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാതെ മരണം സംഭവിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള ഒരു ജില്ലയിലാണിപ്പോൾ എയിംസ് വരാനുള്ള ഒരു നീക്കം നടക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ 8 ഇടങ്ങളിലാണ് ഈ ഒരു എയിംസ് സ്ഥാപിക്കാനുള്ള നിർദ്ദേശമുള്ളത്. അതിൽ കാസർഗോഡ് ജില്ലയാണ് ഇതിൽ ഏറ്റവും മുന്തിയ പരിഗണന ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ കർണാടകയിലെ കുടക് മേഖലകളിലുള്ള ആളുകൾക്കും വലിയ പ്രയോജനമാകുന്ന രീതിയിലാണ് പെരിയയിൽ ഇത് വിഭാവനം ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഭൂമിയാണ്. കേന്ദ്ര സർവകലാശാലയോട് ചേർന്ന് നിൽക്കുന്ന ദേശീയ പാതയ്ക്കരികിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. എന്തായാലും ഈ ഒരു തീരുമാനം വലിയ തോതിൽ ആശ്വാസം പകരുന്നത് തന്നെയാണ് കാസർഗോഡ് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം. ഏറെ നാളായുള്ള ഒരു ആവശ്യമാണ് കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ വിദഗ്ധ ഒരു ചികിത്സ ലഭ്യമാക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നത്. എയിംസിന് വേണ്ടി വലിയ മുറവിളി, നേരത്തെ വലിയ പ്രതിഷേധമൊക്കെ നടന്നതാണ്. ഇപ്പോൾ ഏതായാലും 10 ദിവസം നീണ്ട ഈ ഒരു സർവേ റിപ്പോർട്ട് ഇപ്പോൾ ആരോഗ്യ സെക്രട്ടറിക്ക് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. ഇനി സംസ്ഥാന സർക്കാരാണ് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ പരിഗണിക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ഇടപെടൽ കൂടി ഇതിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഇടപെടൽ അതിൽ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ എയിംസ് കാസർഗോഡ് സ്ഥാപിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും തുടക്കത്തിൽ കാസർഗോഡ് ജില്ലയിൽ എയിംസ് അനുവദിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പിന്നീടത് കോഴിക്കോടും ആലപ്പുഴയിലുമൊക്കെ പേരുകൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ മെച്ചപ്പെട്ടൊരു ചികിത്സാ സൗകര്യമില്ലാത്ത ജില്ല കാസർഗോഡാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ കാസർഗോഡാണ് എയിംസ് വേണമെന്നൊരു ആവശ്യം ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. എന്തായാലും ഇനി സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അത് ഇതിൽ ഏറ്റവും പ്രധാനമായിരിക്കും. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18. മലപ്പുറം തിരൂരിൽ യുവതിയെ സഹോദരി ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. തുവക്കാട് സ്വദേശിനിക്കാണ് മർദ്ദനമേറ്റത്. ഫൈസലിന്റെ മറ്റു ബന്ധങ്ങൾ ചോദ്യം ചെയ്തതിലുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് യുവതികൾ ആരോപിക്കുന്നു. മോട്ടോറിന്റെ പവർ പ്ലഗ് ഘടിപ്പിക്കുന്ന ഭാരമേറിയ എക്സ്റ്റൻഷൻ ബോക്സും കേബിളും ഉപയോഗിച്ച് മുഖത്തും കഴുത്തിലും അടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതിയുണ്ട്. കൂടാതെ കേബിൾ ഉപയോഗിച്ച് കഴുത്ത് വരിഞ്ഞു മുറുക്കാനും ശ്രമം നടന്നു. സംഭവത്തിൽ പയ്യനങ്ങാടി സ്വദേശി ഫൈസലിനെതിരെ പോലീസ് കേസെടുത്തു. മർദ്ദനത്തിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തിരൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പാലക്കാട് നഗരത്തിൽ സ്വകാര്യ ബസ്സിൽ യുവാവിന്റെ സാഹസിക യാത്ര. ബസിന്റെ പിന്നിലെ കമ്പിയിൽ തൂങ്ങി നിന്നാണ് യാത്ര. കൽപ്പാത്തി ചാത്തപ്പുരത്താണ് സംഭവം. നാട്ടുകാരാണ് ദൃശ്യം പകർത്തിയത്. ശേഖരീപുരം ജംഗ്ഷനിൽ ബസ് നിർത്തിയതോടെ യുവാവ് ഇറങ്ങിപ്പോയി.
കാസർഗോഡ് MG റോഡിലെ വാഹനാപകടത്തിൽ ലോറിക്കടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ വ്യാപാരി മരിച്ചു. ബാങ്കോട് സ്വദേശി ഹനീഷാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാസർഗോഡ് പൊവ്വൽ മാസ്തിക്കുണ്ടിൽ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഗാളിമുഖം ഗോളിത്തടി പുതിയ വളപ്പിലെ ഷമ്മാസ് അബ്ദുള്ളയാണ് മരിച്ചത്. കുനിൽ സ്കൂളിന്റെ ബസും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഷമ്മാസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കോഴിക്കോട്ടെ ഒരു ജ്യൂസ് കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇന്ന് രാവിലെ കാസർഗോഡ് ട്രെയിൻ ഇറങ്ങി ബൈക്കിൽ ഗാളിമുഖത്തേക്ക് പോകുന്നതിനിടയിലാണ് ഷമ്മാസ് അബ്ദുള്ള അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ മാലൂരിൽ പന്നിക്കണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി വയനാട്ടിലേക്ക് കൊണ്ടുപോയി. 3 തവണ മയക്കുവെടി വെച്ചാണ് പുലിയെ പിടികൂടിയത്. KPR നഗറിൽ സ്വദേശി CK രാമകൃഷ്ണന്റെ പറമ്പിൽ ഇന്ന് പുലർച്ചെയാണ് പന്നിക്ക് വെച്ച കെണിയിൽ പുലി വീണത്. വെറ്റിനറി സർജൻ ഡോക്ടർ ഏലിയാസ് റാവുത്തർ, കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ നിതിൻ രാജ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് നേതൃത്വം നൽകിയത്. വനംവകുപ്പ് വാഹനത്തിലാണ് പുലിയെ വയനാട്ടിലേക്ക് കൊണ്ടുപോയത്. ജനവാസ മേഖലയായ ഈ പ്രദേശത്ത് ആദ്യമായാണ് പുലി ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിനിടെ ആരാണ് പന്നിക്കണി വെച്ചതെന്നതിനെക്കുറിച്ച് വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പുലികളിക്കായി പുരുഷന്മാർ ശരീരത്തെ രൂപപ്പെടുത്തുന്നത് വൈകൃതമെന്ന് നടൻ VK ശ്രീരാമന്റെ FB പോസ്റ്റിനെതിരെ പ്രതിഷേധം. പുലിക്കളി സംഘാടക സമിതി ജനറൽ സെക്രട്ടറി K കേശവദാസാണ് ശ്രീരാമനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പുലികളിയെ അധിക്ഷേപിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതിഷേധാർഹമാണ്. പോസ്റ്റ് പിൻവലിച്ച് കലാകാരന്മാരോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണം. കലയെ ഒരു തരത്തിലും വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതിലെല്ലാ കലകളും ഉൾക്കൊള്ളുന്ന സംഗീതവും മെയ്യെഴുത്തും എല്ലാ കലകളും ഉൾക്കൊള്ളുന്ന താളവും നൃത്തവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കലാരൂപമായ പുലിക്കളി അതിന്ന് ലോകഭൂപടത്തിൽ ശ്രദ്ധ നേടിയ പുലിക്കളിയാണ്. കാരണം മെയ്യെഴുത്ത് എന്ന് പറയുന്നത്, ബോഡി ആർട്ട് എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ച ഒരു കല ആണ്. ആ കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 500ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന ഗിന്നസ് റെക്കോർഡിൽ പോലും ശ്രദ്ധ നേടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഈ കലാരൂപത്തെ അവഹേളിച്ചതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു കലാരൂപത്തെ അപമാനിക്കുക എന്നുള്ളത് മാത്രമല്ല, പ്രത്യേകിച്ച് ഭാരതീയ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിലെ ഏറ്റവും ക്രിമിനൽ ഒഫൻസാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ പരാമർശം പിൻവലിച്ച് പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് കലാകാരന്മാരോട്, പുലിക്കളി പ്രേമികളോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഇനി മറ്റു ചില വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. മെസ്സിയെ കൊണ്ടുവരാൻ എന്ന പേരിൽ GST വെട്ടിപ്പ് നടന്നുവെന്ന് മന്ത്രി K മുരളീധരൻ. മെസ്സിയുടെ പേരിൽ പുട്ടടിച്ച കാര്യം പുറത്തുവരും. നിയമം ലംഘിച്ചവർക്കെതിരെ കർശന നടപടി ഉറപ്പെന്നും മന്ത്രി K മുരളീധരൻ. പാലക്കാട് തിരുവാഴിയോട് കണ്ടെയ്നർ ലോറി ആളുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറി ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്ക്. റോഡരികിൽ നിന്നിരുന്ന 2 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ലോറി മറിഞ്ഞത്. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. 2 ഓട്ടോറിക്ഷയും 1 കാറും 1 മിനി ഗുഡ്സ് ഓട്ടോയുമാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേർക്ക് പരിക്ക്. തൃശൂർ വാണിയമ്പാറയിൽ വ്യത്യസ്തയിടങ്ങളിൽ 2 അപകടങ്ങൾ. വാണിയമ്പാറ ബസ് സ്റ്റോപ്പിന് സമീപമാണ് 2 വാഹനാപകടങ്ങൾ ഉണ്ടായത്. തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയ പാഴ്സൽ ലോറിയാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത്. പിന്നാലെ പാലക്കാട് നിന്ന് തൃശൂരിലേക്ക് വന്നിരുന്ന പിക്കപ്പ് അപകടത്തിൽപ്പെട്ടു. ഡ്രൈവർമാർ ഉറങ്ങിപ്പോയതാണ് 2 അപകടങ്ങൾക്കും ഇടയാക്കിയത്. പാലക്കാട് കോട്ടായിൽ നീന്തൽക്കുളത്തിൽ വീണ 5 വയസ്സുകാരന് ദാരുണാന്ത്യം. കൊടുങ്ങല്ലൂർ സ്വദേശി ബിനാഫിന്റെ മകൻ റിഹാൻ അഹമ്മദാണ് മരിച്ചത്. റിസോർട്ടിലാണ് അപകടമുണ്ടായത്.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാരനായ 21-കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ 3 പേർ പിടിയിൽ. നെയ്യാറ്റിൻകര അവണാക്കുഴി സ്വദേശികളായ റംസി, ജിത്തു, അരുൺജിത്ത് എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 50 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി. ഓണം ലക്ഷ്യമിട്ടായിരുന്നു വ്യാജവാറ്റ്. സംഭവത്തിൽ ആരെയും പിടികൂടിയിട്ടില്ല. കേരളത്തിലെ തീരദേശത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ്. വൈകിട്ട് 5:30 വരെ 1.1 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. തൃശൂർ പന്നിത്തടത്ത് 1 മാസം നീളുന്ന വീട്ടകം മൗലീദ് മജ്ലിസുകൾക്ക് തുടക്കം. റബിയുൽ അവൽ മാസത്തിലെ മിലാദ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് മൗലീദ് സദസ്സുകൾ നടത്തുന്നത്. മഹലിലെ 30 വീടുകളിലായി സംഘടിപ്പിക്കുന്ന സ്നേഹ സദസ്സുകളും ശ്രദ്ധേയമാണ്. ഇന്ത്യയിലെ US അംബാസിഡറുടെ കാശ്മീർ പരാമർശത്തിൽ US സ്ഥാനപതിയെ വിളിച്ച് പ്രതിഷേധം അറിയിച്ച് പാകിസ്ഥാൻ. ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്ന് ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോറിന്റെ പ്രസ്താവനയാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചത്. സമാധാനം നിലനിർത്താൻ കേന്ദ്ര സർക്കാരും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെയും ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചിരുന്നു. കശ്മീർ സന്ദർശനത്തിന് നിലവിലുള്ള പ്രതികൂല യാത്രാ മുന്നറിയിപ്പ് അമേരിക്ക പുനഃപരിശോധിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകി. ഓണമിങ്ങെത്തി. ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ ചെണ്ടുമല്ലി കൃഷിയുമായി കാസർകോട്ടെ പുരുഷ സ്വയം സഹായ സംഘം. രാവണേശ്വരത്ത് 1 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. പൂക്കൾ വാങ്ങിക്കുന്നതിന് മാത്രമല്ല ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമായി നിരവധി പേരാണ് പൂപ്പാടത്തെത്തുന്നത്. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിന് ഇത് ആഹ്ലാദ നിമിഷം. സംഘത്തിന്റെ കൂട്ടായ്മയിൽ രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള 1 ഏക്കർ സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്നത് മനോഹരമായ ചെണ്ടുമല്ലി പൂപ്പാടം. കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടിത്തെളിച്ച് സംഘം പ്രവർത്തകർ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയിലാണ് 100 മേനി വിളവ് ലഭിച്ചിരിക്കുന്നത്. 1700ഓളം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ പൂക്കർഷകരായ കരിന്തളം ജോസഫിൽ നിന്നുമാണ് സംഘം പ്രവർത്തകർ ശേഖരിച്ചത്. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിലെ 11 അംഗങ്ങളാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം നിർവഹിച്ചു. ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് കേരളം വലിയ നിലയിലേക്കുള്ള നിലയിൽ ഈ ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അത്ര ഒരു സന്ദർഭത്തിൽ കൃത്യമായ സമയത്ത് തന്നെയാണ് ഈ വിളവെടുപ്പ് നടത്താൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കൃഷിയിൽ നിന്ന് ഏകദേശം 7 ക്വിന്റലോളം വിളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിളവെടുപ്പ് ദിവസം തന്നെ നിരവധി ആവശ്യക്കാർ പൂക്കൾക്കായി എത്തിയത് ആത്മവിശ്വാസം പകരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 മാസമായി ഈ ഒരു കൃഷിയുടെ പിറകിലാണ് നമ്മുടെ 11 പേരടങ്ങുന്ന നമ്മുടെ മുഴുവൻ മെമ്പർമാരും. അപ്പോൾ കഴിഞ്ഞ ജൂൺ ആദ്യമാണ് നമ്മൾ ഈ ഒരു കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തൈ മുമ്പ് കൃഷി ചെയ്ത ആളുകളിൽ നിന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് 1500ഓളം തൈയാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വിളവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓണം വിപണി ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഈ ഒരു കൃഷി തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഈ ചെണ്ടുമല്ലി കൃഷി. ഇതൊന്ന് കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കാസർഗോഡ് ജില്ല. കാരണം പ്രത്യേകിച്ച് ചെണ്ടുമല്ലിക്ക് ഈ ലാറ്ററൈറ്റ് മണ്ണ് വളരെ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. 2020 മുതൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും വളരെ വ്യാപകമായിട്ട് ചെയ്തു വരുന്ന ചെണ്ടുമല്ലി കൃഷി ഇത് വളരെ ചുരുങ്ങിയ കാലയളവിൽ, അതായത് 3 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ ഏകദേശം വിളവെടുപ്പിന്റെ സ്റ്റേജിലേക്ക് എത്തുന്ന ഈ ക്രോപ്പ് എല്ലാവർക്കും പിന്തുടരാവുന്ന രീതിയാണ്. പൂക്കൾ വാങ്ങിക്കുന്നതിന് മാത്രമല്ല ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമായി നിരവധി പേരാണ് പൂപ്പാടത്തെത്തുന്നത്. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതും ഒപ്പം വർണ്ണശലഭങ്ങളുടെ സഞ്ചാരവും പൂപ്പാടത്തെത്തുന്ന ആളുകൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി മാറുന്നു. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,600 രൂപ, പവൻ 1,16,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,995 രൂപ, പവന് 95,960 രൂപ. വെള്ളി ഗ്രാമിന് 255 കിലോ 2,55,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.